CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളിയിൽ കടുത്ത നടപടിക്കൊരുങ്ങി സംസ്ഥാന നേതൃത്വം. ഉണ്ടായത് അസാധാരണ സംഭവം എന്നാണ് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിന് ശേഷം നേതാക്കൾക്കെതിരെ കടുത്ത നടപടിയിലേക്ക് പോകുമെന്നാണ് സൂചന. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിലാണ് തർക്കവും കയ്യാങ്കളിയും ഉണ്ടായത്. വിവരങ്ങളുമായി CK അഭിലാൽ ചേരുന്നു. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഈ യോഗത്തിനിടെ കയ്യാങ്കളി ഉണ്ടായതൊക്കെ വിചിത്ര സംഭവമാണ്, വളരെ അപൂർവമായി സംഭവിക്കുന്നതാണെന്നൊക്കെ പറയുമ്പോഴും അത് സംഭവിച്ചത് രാഷ്ട്രീയത്തിൽ വല്ലാതെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നില്ലേ? CPM നേതൃയോഗത്തിൽ ഇത്തരത്തിലൊരു സംഭവം തീർത്തും അപ്രതീക്ഷിതവും അസാധാരണവും ആണ് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ സംസ്ഥാന നേതൃത്വം കണക്കാക്കുന്നത്. മന്ത്രി കൂടിയായ VN വാസവൻ പങ്കെടുത്ത പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. തോമസ് ഐസക്കിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ മനഃപൂർവ്വം ചില നേതാക്കൾ വീഴ്ച വരുത്തുന്നു എന്നുള്ള വിമർശനമാണ് ഈ തർക്കത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ഒപ്പം തന്നെ അടുത്ത മാസം 8-ാം തീയതി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന തിരഞ്ഞെടുപ്പ് പരിപാടി പത്തനംതിട്ടയിലുണ്ട്. അതിന് വേദിയായി ആദ്യം തീരുമാനിച്ചിരുന്നത് ആറന്മുള മണ്ഡലം എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് അത് അടൂരിലേക്ക് മാറ്റിയ സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ മനഃപൂർവ്വമായ വീഴ്ച സ്ഥാനാർത്ഥിയുടെ പരാജയത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്നുള്ള ആശങ്ക പങ്കുവച്ചത് ആറന്മുളയിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ പത്മകുമാറാണ്. ഇതിനെ അടൂരിൽ നിന്നുള്ള മുതിർന്ന അംഗം എതിർക്കുകയും ഇരുവരും തമ്മിലുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. ശരി അഭിലാൽ.